നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഇന്ന് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം വെയിലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KKV എർത്ത് മൂവേഴ്സ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് ആണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. KKV നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ വെയിലൂരാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞ് ആദ്യം സമ്മാനം നേടുവാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്ന മണിക്കുട്ടൻ. എന്നെ വീട്ടിൽ വിളിക്കുന്നത് മണിക്കുട്ടൻ. അപ്പോൾ ഞങ്ങളുടെ കൈവശം KKV എർത്ത് മൂവേഴ്സ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് നൽകുന്ന സമ്മാനമാണ്. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം, ഈ മണ്ണ്, പാറപ്പൊടി, അതുപോലെ എല്ലാം അവർ ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റുകളിൽ എത്തിച്ച് നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നതിനും അവരുടെ JCB പൊക്ലീനർ സംവിധാനം ഉപയോഗിച്ച് അവർ ചെയ്തു നൽകുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. നിങ്ങളെ സ്വന്തം നാട്ടുകാരൻ നൽകുന്ന സമ്മാനമാണ്. നിങ്ങൾക്ക് KKVയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടെന്ന്? അത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അവരെ നല്ല വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യന്മാരാണ്. അപ്പോൾ KKV നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ കല്ലമ്പലം ജംഗ്ഷനിലെത്തി. ഞങ്ങളുടെ കൈവശം KKV ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് നൽകുന്ന സമ്മാനമാണ്. വെയിലൂർ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു തരംഗമൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരു ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിക്ക് പ്രചരണമൊക്കെ പോകുന്നത്, നല്ല രീതിക്ക് തന്നെ പ്രചരണം. നമുക്ക് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് വേണ്ട, അതാണ് നല്ല ഇതായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നല്ല വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. മൂന്ന് സ്ഥാനാർത്ഥികൾ മല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? നെയ്യാർ ഡാം. നെയ്യാറല്ല, ഇടുക്കി കടുവ സങ്കേതമൊക്കെ ഉള്ളതല്ലേ? പെരിയാർ കടുവ. നമ്മൾ അത് മാറ്റേണ്ടിയിരിക്കുന്നു. പെരിയാറല്ല, മറ്റൊരു ദേശീയോദ്യാനമാണ് കേരളത്തിൽ ആദ്യം ഉണ്ടായത്. അപ്പോൾ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. KKV എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? മലമ്പുഴ. 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 ഇതുവരും കൂടെ മലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മലമ്പുഴയല്ല, മറ്റൊരു ദേശീയോദ്യാനമാണ്. മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. അപ്പോൾ എടവൂർ കോണത്ത് പ്രവർത്തിച്ചിരുന്ന കട അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാക്കി അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കച്ചവടം. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് KKV എർത്ത് മൂവേഴ്സ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഞങ്ങളുടെ കൈവശം KKV ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് നൽകുന്ന സമ്മാനമാണുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേരളത്തിലെ ദേശീയ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇത് ചോദ്യം ചോദിക്കാനാണെന്ന് കേരളോദ്യാനം കേരളത്തിലല്ലേ? കനകക്കുന്നിലൊക്കെ ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ദേശീയോദ്യാനം നാഷണൽ പാർക്ക് തിരുവനന്തപുരം. അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം നാഷണൽ പാർക്കാണ്. നമുക്കറിയണ്ടേ, നമ്മൾ 8ാം ക്ലാസ്സിലായത്. ഞങ്ങളുടെ കൈവശം KKV
ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈസ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതായിരുന്നു? നാഷണൽ പാർക്ക്. ശരിയാണ്. അതിൻ്റെ ശരി ഉത്തരം അറിയണ്ടേ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. കേട്ടിട്ടുണ്ടോ ഇരവികുളം? വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ദേശീയോദ്യാനമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. 1971 സർക്കാർ മിച്ചഭൂമിയായി തിരഞ്ഞെടുക്കുകയും അവിടെ 1975 ദേശീയോദ്യാനം വരികയും 1978 ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പേര് നൽകുകയും ചെയ്തു. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. Costume partner FISA Unlimited Fashions, Men's and Boys, Attingal, Alangodu.